ഉരുളെടുത്ത വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും 6ാം ദിവസവും ഊർജിതമായ തിരച്ചിൽ. അത്യാധുനിക ഡ്രോൺ സംവിധാനമായ ഐബോർഡ് ഉപയോഗിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്നും ആവശ്യപ്പെട്ടു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 357 ചാറ്റൽ മഴയുള്ള പ്രഭാതമായിരുന്നെങ്കിലും രാവിലെ 7 മണിക്ക് തന്നെ തെരച്ചിൽ തുടങ്ങി. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതലായിരുന്നു പരിശോധന. മണ്ണിൽ ആഴ്ന്നുപോയവരെ കണ്ടെത്താൻ തമിഴ്നാട്ടിൽ നിന്നുള്ള കടാവർ നായകളെയും ദൗത്യമേഖലയിൽ എത്തിച്ചിരുന്നു. അത്യാധുനിക ഡ്രോൺ സംവിധാനമായ ഐബോർഡ് ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പ്രതീക്ഷയുണ്ടെന്ന് കളക്ടർ DR മേഘശ്രീ. എന്തൊക്കെ ഉണ്ടോ നമുക്ക് അതൊക്കെ എല്ലാം ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാം എവിടെയെങ്കിലും ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ഔട്ട്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടകരമായ സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്നും മുഖ്യമന്ത്രി. ഈ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ മാനസികമായ ഔന്നത്യം കാത്തു സൂക്ഷിക്കുകയാണ് അവരെല്ലാവരും. വയനാടിന്റെ പുനർനിർമ്മാണത്തിന് UDF ഒറ്റക്കെട്ടായി നിന്ന് പങ്കാളികളാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFിലെ എല്ലാ MLAമാരും അവരുടെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. UDFിലെ എല്ലാ ഘടകകക്ഷികളും ഈ ശ്രമങ്ങളിൽ, ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും. ദുരന്ത മേഖലയിലേക്ക് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് ഇന്നു മുതൽ പ്രവേശനം അനുവദിക്കുക. ദുരന്തബാധിത മേഖലയിൽ പോലീസ് പട്രോളിംഗും ശക്തമാക്കി. 24 വയനാട്.